സുഹൃത്തുക്കളെ, ഇന്ന് ലോക മത്സ്യത്തൊഴിലാളി ദിനമാണ്. നവംബർ 21. 1997 ലോകത്തെ 32 രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഡൽഹിയിൽ സമ്മേളിച്ച് ലോകത്തെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ തൊഴിൽ സുരക്ഷയും കടൽ സമ്പത്തിൻ്റെ സുരക്ഷയും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് 97 ആരംഭിച്ച ആഹ്വാനം ചെയ്ത ലോക മത്സ്യത്തൊഴിലാളി ദിനമാണ് ഇന്ന് 27ാമത് വർഷവും കേരളത്തിലെ ലോകത്തിലെ വിവിധ തീരദേശ ഗ്രാമങ്ങളിൽ ആചരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മത്സ്യബന്ധനവും കടൽ സമ്പത്തും ഏറെ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവിധ വികസന പ്രവർത്തനങ്ങളും തീരപ്രദേശവും കടലും കേന്ദ്രീകരിച്ചുകൊണ്ട് വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് കൊടുക്കുന്ന സമീപനങ്ങളാണ് ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചു കൊണ്ടുവരുന്നത്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ച കടൽ മണൽ ഖനനം മത്സ്യത്തൊഴിലാളി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ഭയാനകവും ആശങ്കാകുലവുമായ ഒരു സാഹചര്യമാണ് ആ തീരപ്രദേശത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും മത്സ്യസമ്പത്തിലെ ഗണ്യമായ കുറവാണ് ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്നത്. ജീവിതം പിടിച്ചു നിർത്തുവാൻ കടലിനോട് മല്ലടിച്ചുകൊണ്ട് ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് മത്സ്യത്തൊഴിലാളി സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. കടൽ മണൽ ഖനനം, തീരദേശ കടൽ ഖനനം, മത്സ്യകൃഷി, ടൂറിസം, അങ്ങനെയുള്ള എല്ലാവിധ വികസന പദ്ധതികളും ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കടലും അതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ലക്ഷക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് അവൻ്റെ മീൻപിടുത്തം അസാധ്യമാകുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കും. അപ്പം അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, തീരദേശ ഹൈവേ വരുന്നുണ്ട്. ഇത്തരം വൻകിട വികസന പദ്ധതികളും അതുമായി ബന്ധപ്പെട്ട ചരക്ക് നീക്കം സുഗമമാക്കാൻ വേണ്ടിയുള്ള തീരദേശ ഹൈവേ അടക്കമുള്ളവർ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ ലോക മത്സ്യത്തൊഴിലാളി ദിനത്തിലെ രാജ്യത്തും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കടൽ സമ്പത്തും ജലാശയങ്ങളും മത്സ്യസമ്പത്തും സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മത്സ്യത്തൊഴിലാളി സമൂഹം ഇന്ന് വിപുലമായ രീതിയിൽ ലോക മത്സ്യത്തൊഴിലാളി ദിനം ആചരിക്കുമ്പോൾ ഇന്ന് മാരാരിക്കുളം കടപ്പുറത്ത് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടലും കടൽ സമ്പത്തും